സമയം രാത്രി 11:15. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഐസുക്കുട്ടൻ്റെ ബാപ്റ്റിസമാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഐസുവിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. നമ്മുടെ ബേബി ബോയിനെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഐസു എന്നാണ്. ഐസയ്യ എന്നാണ് അവൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവൻ്റെ ബാപ്റ്റിസം സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളെ എല്ലാം കാര്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ എന്താ പറയുന്നത്, എല്ലാം ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് അതിരാവിലെയാണ് പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് ഇത് അതിൻ്റെ തലയിൽ വെക്കുന്ന ക്രൗൺ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇത് ക്യാൻഡിലാണ്, ഇതിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അവന് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട് വന്നു കഴിയുമ്പം. അപ്പം അതിനിടാനുള്ള ഡ്രസ്സ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ജോബിക്കുള്ള ഡ്രസ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട്. ഇപ്പോൾ ആട്ടോ എൻ്റെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞത്. ഇനിയും കുറേ പരിപാടികളുണ്ട്. എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തിട്ടില്ല. പിന്നെ നാളത്തേക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ രാവിലെ കിടന്ന് നമ്മൾ ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ ആ പരിപാടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ ഇന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഇന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ ക്ലീനിങ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല ഡീപ്പ് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വെഡിങ് അല്ല, എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ആ പരിപാടികളൊക്കെ ചെയ്തത്. പിന്നെ ഇന്ന് ഇപ്പം ജോബി, കസിൻ സിസ്റ്റേഴ്സ്, പിന്നെ ജോബിയുടെ അനിയത്തി വന്നിട്ടുണ്ട്. ഇവരൊക്കെ കൂടെ ജോബിയുടെ അനിയനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഞാനും അമ്മയും തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തത്. അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത്ര സമയമായി. അല്ലെങ്കിൽ ഇത്ര ലേറ്റായിട്ട് നമ്മൾ കുളിയും പരിപാടികളൊന്നുമില്ല. നേരത്തെ തന്നെ കുളിയും പരിപാടികളൊക്കെ കഴിയും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഐസു ബേബി ഇന്ന് ഭയങ്കര വഴക്കായിരുന്നു. ഒന്നും പോരാത്ത വഴക്ക്, ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ കുറച്ച് ഡിലേ ആയി. ഏകദേശം ഓൾമോസ്റ്റ് സെറ്റാണ്. എൻ്റെ ഡ്രസ്സ് കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും കഴിയും. അപ്പം നാളത്തെ കുറേ കാര്യങ്ങളൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ബേബി ബോയുടെ ബാപ്റ്റിസം വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ ആക്ച്വലി വീടെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യുക മീൻസ് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ശരിക്കും ഇപ്പം ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഈ ലൈറ്റ്. സ്റ്റിൽ നമ്മൾ ഇത്രയും നാളെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, എന്നാലും ലൈറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടത്തെയും കൂടെ ഞാൻ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എല്ലാം നമ്മൾ തൂത്ത് തുടച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ലൈറ്റ് എല്ലാം ഇടുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ എന്താ പറയുന്നത്, ഈ ലൈറ്റെല്ലാം നമ്മൾ ഇടാറേ ഇല്ല. ജസ്റ്റ് ആ വാം ലൈറ്റുകളും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ യൂഷ്വലി എല്ലാ സമയത്തും എല്ലാ ദിവസവും ഇടാറുള്ളത്. ഇത്രയും ലൈറ്റ് കുറേ നാൾ എനിക്ക് തോന്നുന്നു ഹൗസ് വാമിങ്ങിന് ശേഷമാണെന്നാണ് തോന്നുന്നു ഇത്രയും ലൈറ്റ് എല്ലാം കൂടെ നമ്മൾ ഇടുന്നത്. ഇവിടെ എല്ലായിടും നമ്മൾ ക്ലീൻ ചെയ്തു. ശരിക്കും എല്ലാ വീക്കിലും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു ക്ലീനിങ് പരിപാടികളൊക്കെ. പക്ഷെ എന്നാലും ബാപ്റ്റിസം ആയതുകൊണ്ട് നമ്മൾ വീടെല്ലാം അടിപൊളി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസിലും അതിങ്ങനെ കാണിച്ചിട്ടുണ്ട്, പ്ലാന്റ്സും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വീടിൻ്റെ ഫുൾ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഇതാട്ടോ എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ ഫങ്ഷൻ്റെ കാര്യങ്ങളൊക്കെയും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതാണല്ലോ മെയിനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ നേരത്തെ വേറൊരു ഡെക്കോർ പീസായിരുന്നു വെച്ചിരുന്നത്. നമ്മളൊരു ടേബിൾ റണ്ണറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. കിച്ചണൊക്കെ നമ്മൾ തൂത്ത് തുടച്ച് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്.
നമ്മളിവിടെ മറ്റേ എയർ ഫ്രയർ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ എയർ ഫ്രയറൊക്കെ മാറ്റി ഇവിടെ കുറച്ചുകൂടി കൗണ്ടർ ടോപ്പ് കുറച്ചുകൂടി ഒരു ഫ്രീ ആക്കി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു എന്താ പറയുന്നത് ടീ കോഫി അങ്ങനെ ഒരു യൂണിറ്റ് പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ചെറിയൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ ഈ സൈഡ് കുറച്ച് മെസ്സിയാണ്. ഇത് ആക്ച്വലി നാളത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്തു. കാരണം എനിക്കിങ്ങനെ ആ ഡേയിൽ കിടന്ന് ഓടുന്നതും ലൈക്ക് ആ ഡേയിൽ നമ്മൾ കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ട് അതെടുക്കാനും ഇതെടുക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനേ താല്പര്യമില്ല. ഇതാകുമ്പം ഭയങ്കര ഈസി ആണല്ലോ. കാരണം നാളെ ഞങ്ങൾ നല്ല ബിസി ആയിരിക്കും. കാരണം കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഫോട്ടോ എടുക്കുകയും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങളുടെ അവിടെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് ഈ ലൈറ്റുകളെല്ലാം ഓഫാക്കാം, അല്ലെങ്കിൽ ഇതൊരു പെരുന്നാൾ സ്ഥലത്തെ ഒരു പ്രതീതിയായിരിക്കും. ഇപ്പം ഫുൾ ലൈറ്റുകൾ ഓഫാക്കി. ഓക്കെ, ഇനിയിപ്പോൾ അവിടുത്തെ കുറച്ച് ലൈറ്റുകളൂടെ ഉണ്ട് ഓഫാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നാളത്തെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ബാപ്റ്റിസം ഡേ മോർണിംഗ് ആയിരുന്നു. രാവിലെ ആയപ്പം തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബേബിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. ജസ്റ്റ് നമ്മൾ ഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ മാത്രമേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇവനെങ്ങനെ പോസ് ചെയ്യും എങ്ങനെയാകുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല അലമ്പായിരുന്നു കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. കാരണം അന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങിയപ്പം തന്നെ നല്ല ലേറ്റായി. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ലേറ്റ് മീൻസ് ഒരു 2 മണി 3 മണി എന്തോ ആയി, 2 മണി എന്തോ ആയി നമ്മൾ കിടന്നപ്പം. കാരണം ബേബി നല്ല വഴക്കായിരുന്നു. പിന്നെ നമ്മൾ സത്യത്തിൽ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇവൻ നല്ല കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയിലോട്ട് കസിൻസ് കുറച്ച് പേരേ ഉള്ളൂ. കാരണം ഇതൊരു ഇൻറ്റിമേറ്റ് ഫങ്ഷൻ പോലെയാണ് നമ്മൾ വെക്കുന്നത്. വീട്ടിൽ തന്നെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇതാട്ടോ നമ്മുടെ ഇടവകപ്പള്ളി, നമ്മുടെ മാരേജ് കാര്യങ്ങളൊക്കെ നടന്ന നമ്മുടെ പള്ളി ഇതാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇവൻ്റെ ബാപ്റ്റിസം. ജസ്റ്റ് എന്താ പറയുന്നത് ചെറിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേബിയുടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് ആക്ച്വലി അവനെ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കിയിട്ട് ഫോട്ടോ എടുത്താണ്. പിന്നെ ഇത് ഞങ്ങളുടെ 2 പേരുടെയും ബേബിയുടെയും കൂടെ ഉള്ള ഫോട്ടോ. പിന്നെ ഇത് നമ്മൾ മാമോദീസയ്ക്ക് കൊണ്ടുപോകുന്നതിനിപ്പുറമായിട്ട് അവനെ ഒരുക്കും. ആ ഫോട്ടോ ആണ് എൻ്റെ പപ്പ മമ്മി. പിന്നെ ഇത് നമ്മുടെ ഷാജിയങ്ങളും മിനി ആൻറ്റി റോക്കി അവരൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ ബ്രദറ് സിസ്റ്റർ, പിന്നെ ജോബി ഞാൻ കുഞ്ഞാവ, ഇത് സിസ്റ്റർ ആൽബി. പിന്നെ ഇതെല്ലാവരോടും നിൽക്കുന്ന ഫാമിലി ഫോട്ടോ ആണ്. കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മൾ പള്ളിയിലോട്ട് കയറുന്നതിനിപ്പുറമായിട്ട് അച്ഛൻ നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് തലതൊട്ടപ്പൻ, അതായത് ഗോഡ് ഫാദർ ഗോഡ് മദറിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലെസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ ബാപ്റ്റിസം ചടങ്ങുകളിലോട്ട് കിടക്കും. ഇന്ന് നമ്മൾ ഹോളി മാസ് ഇല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 45 മിനിറ്റ് വരുന്ന പരിപാടിയായിരുന്നു. പിന്നെ ഇങ്ങനെ ബ്ലെസ്സിങ് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് എനിവേ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനമായി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, ഫുഡ് കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഫാമിലി ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രിയിൽ അവൻ വലിയ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. പിന്നെ പകുതി സമയം ഇങ്ങനെ കരച്ചിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉറങ്ങിയിട്ടുള്ളൊരവസ്ഥ ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഇങ്ങനെ കാഷ്വൽ ഡ്രസ്സിലും കുറേ ഫോട്ടോസ് എടുത്തു. ശരിക്കും നമ്മുടെ ബേബി നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഫോട്ടോസ് എടുക്കാൻ നിന്നില്ല. കാരണം ഈ ഫോട്ടോഗ്രാഫേഴ്സ് അത്യാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്തായിരുന്നു നല്ല നല്ല ഫോട്ടോസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് വൈൻഡപ്പ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ അതായത് ഈ ബാപ്റ്റിസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട് ഭയങ്കര എന്താ പറയുന്നത് അലമ്പായി. കാരണം ഫുഡ് പരിപാടിയൊക്കെ നമ്മൾ വീടിനുള്ളിൽ തന്നെയാണ്. പിന്നെ കുറച്ച് മെസ്സി ആയി, പ്രത്യേകിച്ച് നമ്മുടെ ഈ റൂം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ റൂം ക്ലീൻ ചെയ്യുവാണ്. ബാക്കിയൊക്കെ നമ്മൾ അന്ന് തന്നെ ഈവനിങ് എല്ലാം തന്നെ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ക്ലീൻ ചെയ്യുന്നൊരു വ്ളോഗ് കൂടെ
ആ ഒരു പാർട്ടൂടെ ഞാൻ നമ്മുടെ ഈ വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാനായിട്ട് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പാർട്ട് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം റൂം അത്ര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബേബി വന്നേ പിന്നെ പറഞ്ഞ പോലെ ബെഡൊക്കെ അത്യാവശ്യം നല്ല മെസ്സി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേബീനെ ഇങ്ങനെ തൊട്ടിൽ കിടത്തിയിട്ടാണ് പരിപാടികൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനാൾക്ക് ഇന്നൊരു ക്യൂട്ട് പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഗേൾ ബേബി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ലുക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ട്രൈ ചെയ്തതാണ്. അപ്പം നമുക്ക് ഈ റൂം വേണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഈ റൂമിലാണിപ്പം ഞാനും ബേബിയും എൻ്റെ അമ്മയൊക്കെ കിടക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു പരുവം. രാവിലെ എണീറ്റ് കഴിയുമ്പം നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ബെഡെല്ലാം കുളമാവും. പിന്നെ രാത്രിയിൽ നമ്മൾ കുറേ തവണ എണീക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ബേബിയുടെ ഡയപ്പർ ചേഞ്ചിങ് അത് ഇത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ റൂമും മെസ്സാവും. എനിക്കാണെങ്കിൽ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുന്നത് തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് എനിക്കൊരു ബെഡ്ഷീറ്റ് പോലും ചുളുങ്ങി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അപ്പം അങ്ങനെയുള്ള എനിക്കിങ്ങനെ കിടന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ്. പ്രത്യേകിച്ച് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും. അപ്പം ഇതെല്ലാം നമ്മൾ റെഡിയാക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബേബി വന്നേ പിന്നെ നമ്മളിപ്പം എല്ലാ ഒരു 4 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേബിക്ക് അസുഖമൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേബീനെ എത്ര പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞാലും ബെഡിലൊക്കെ ഇങ്ങനെ വോമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിൽക്ക് വീഴുക, പിന്നെ അങ്ങനെയൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ഇത് വരും. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ആളുടെ യൂറിൻ ലീക്കായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മിനിമം ഒരു എന്താ പറയുന്നത് 2 ഡേ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും. അത്രയൊന്നും പോകാറില്ല. കാരണം അതിനിപ്പുറം തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം അലമ്പാറുണ്ട്. അപ്പം ഇതെല്ലാം എടുത്തു മാറ്റുവാണേ. പിന്നെ നമ്മൾ ഈ റൂമിൽ ആക്ച്വലി ഇട്ടിരിക്കുന്ന പെപ്സിൻ്റെ മാട്രസ്സാണ്. പെപ്സിൻ്റെ സ്പൈൻ ഗാർഡ് ഏകദേശം 45K വരുന്ന ഒരു മാട്രസ്സാണ്. ഞാൻ എൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നേരം മാട്രസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഏതോ ഒരാൾ കമൻറ്റിനകത്ത് ചോദിച്ചായിരുന്നു മാട്രസിൻ്റെ ഒക്കെ റിവ്യൂ പറയുമോ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഈ മാട്രസ് ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ലൈഫ് സേവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നല്ല നടുവേദനയായിരുന്നു. പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഈ ഒരു മാട്രസ് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ സത്യം പറഞ്ഞാൽ നടുവേദന എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. കാരണം അത്ര നല്ല ഇതാണ്. സ്പൈൻ ഗാർഡ് ആയതുകൊണ്ടായിരിക്കാം മേ ബി. നമ്മൾ ഈ മാട്രസ് എടുക്കാതെ തന്നെ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ്. കാരണം നമ്മൾ ഇത്ര ഒരു ബഡ്ജറ്റ് മുടക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് സൈസാണ് എല്ലാ റൂമിലത്തെ മാട്രസിൻ്റെ സൈസ്, കോട്ട് സൈസ് വരുന്നത്. അപ്പോൾ എല്ലാ മാട്രസും നല്ല മാട്രസ് എടുത്തത്. പക്ഷേ ഈ റൂമിലേക്ക് എടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് കിടക്കാം, അങ്ങനെ ഒരു പർപ്പസോടെ ഉദ്ദേശത്തിലാണ് നല്ലൊരു മാട്രസ് ചൂസ് ചെയ്തത്. കാരണം ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഈ മാട്രസ് പിന്നെ ഒത്തിരി ബ്രാൻഡുകളുടെ ഒക്കെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, ഏതെടുക്കണം, ഏതാ നല്ലത്, നമുക്കറിയത്തില്ലല്ലോ, കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ കാര്യമായിട്ട് റിസർച്ച് ചെയ്താണ്. ഇത് അടിപൊളിയാണ് ഇങ്ങനെ കേട്ടിട്ടാണ് ഈ മാട്രസിൻ്റെ എന്താ പറയുന്നത്, നമുക്കറിയാം റീജിയണലായിട്ട് സെല്ലേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഓരോ ലെയേഴ്സ് അവർ കാണിച്ചു തന്ന് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ്. പിന്നെ ഈ മാട്രസ് നമുക്ക് ഇങ്ങനെ കുറേ ദിവസം 100 ഡേയ്സോ മറ്റോ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്താ പറയുന്നത് തിരിച്ചു കൊടുക്കാൻ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ 10 year ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ഇതുണ്ടോ ഈ ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ ആ ഒരു സർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല മാട്രസ്സാണ് ആക്ച്വലി. ഇത് നമുക്ക് കിടന്ന് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഇതെല്ലാം അറിഞ്ഞിട്ട് കുറേ നമ്മുടെ കസിൻസൊക്കെ 1-2 പേര് ഇതേപോലത്തെ മാട്രസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർക്കും യൂസ്ഫുൾ ആയെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞാവ് ഇടയ്ക്കിടയ്ക്ക് കിടന്ന് കരയുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ ബെഡ്ഷീറ്റാട്ടോ. ഇത് ഞാൻ നമ്മുടെ വീട്ടിലോട്ടെല്ലാം ഉള്ള എല്ലാ ബെഡ്ഷീറ്റും ഡയറക്റ്റ് ഒന്നെങ്കിൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബെഡ് എടുത്ത സ്ഥലത്തു നിന്നായിരുന്നു നമ്മൾ മാട്രസിനോടൊപ്പം തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിരുന്നത്. അത് ആക്ച്വലി ഹൗസ് വാമിങ്ങിൻ്റെ സമയമായതുകൊണ്ട് നമുക്കങ്ങ് പെട്ടെന്ന് നമുക്കിഷ്ടപ്പെട്ട ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ നേരത്തെ നമ്മുടെ പഴയ വീട്ടിലായിരുന്നപ്പം നമ്മുടെ ഫാബിൻ്റെന്നായിരുന്നു ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പം നല്ല മോഡൽ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ആയിരുന്നപ്പം പെട്ടെന്ന് ഹർബറി ആയതുകൊണ്ട് അങ്ങനെയൊന്നും പോയി സെലക്ട് ചെയ്ത് വാങ്ങാനോ ഒന്നും പറ്റിയിരുന്നില്ല.
അപ്പോൾ ഇനി നമ്മൾ എറണാകുളം എല്ലാം പോവുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കണം. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ നിന്ന് വെറും ഒരു പരീക്ഷണം പോലെ ഓർഡർ ചെയ്തതാണ്. ഇത് ആക്ച്വലി ഒരു കോട്ടൺ ബെഡ്ഷീറ്റാണ്, പക്ഷേ ഇതിൽ മറ്റേ എലാസ്റ്റിക് ഫിറ്റിങ് വരുന്നുണ്ട്. ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ബെഡിൽ നമ്മൾ നോർമൽ ബെഡ്ഷീറ്റാണ് വിരിക്കുന്നതെങ്കിൽ തന്നെ, പ്രത്യേകിച്ച് ഈ കിങ് സൈസ് ബെഡാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ബെഡിന് അത്രത്തോളം വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടാലും ഒരു കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ബെഡിൽ തന്നെയാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുളുങ്ങി പോവുക, ഭയങ്കര മെസ്സി ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ബെഡ്ഷീറ്റൊക്കെ ചുളുങ്ങി കിടക്കുന്ന ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പം അങ്ങനെയുള്ള എന്നെപ്പോലെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എലാസ്റ്റിക് ഫിറ്റിംഗ് ഉള്ള ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് തന്നെ പോകത്തേയില്ല, നല്ല അടിപൊളിയായിട്ട് അവിടെ കിടക്കുകയും ചെയ്തോളും, നല്ല നീറ്റാണ് താനും. പിന്നെ ഇതിനൊപ്പം 2 പില്ലോ കവർ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ശരിക്കും ഇതെന്താ 400 സംതിങ് അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊരു കിങ് സൈസ് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 2000 ആ ഒരു റേഞ്ചിൽ വരും. 1700 തൊട്ട് 2000-നുള്ളിലായിരിക്കും വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ബേബിയുടെ എന്താ പറയുന്ന ബെഡാണ്, കുഞ്ഞു ബെഡാണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അവനെയും കൂടെ കിടത്താൻ വേണ്ടി. ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടി നടക്കുന്ന ആ ഒരു സമയത്ത് അവൻ എണീക്കുക, അവൻ്റെ കരച്ചിൽ പിഴിച്ചിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇടയ്ക്ക് അമ്മ വന്നിട്ടാണ് അവനെ എടുത്ത് അവൻ്റെ ഡയപ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതേപോലെ ഒരു ടർക്കി വിരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അവനെയും കൂടെ കിടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം കുറേ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയാറായി. അന്നേരത്തേക്ക് നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയം. അപ്പോൾ ഇതാട്ടോ എൻ്റെ ലഞ്ച്. ഇന്ന് കുറേ കറികളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്കിപ്പം കുറച്ച് എന്താ പറയുന്ന ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം നമ്മൾ കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു പാർട്ട് എടുക്കുന്നത്. ഇതാട്ടോ നമ്മൾ കിടന്നിട്ട് എണീറ്റാണ്. എന്നാലും നമ്മൾ നോർമൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചുളുങ്ങി പറഞ്ഞ് കിട്ടും, പിന്നെ നമ്മൾ വിരിക്കേണ്ടി വരും. ഇത് ഞാൻ കിടന്നിട്ട് ഉടനെ തന്നെ എണീറ്റിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ ആയിരിക്കും ഇനി ഉണ്ടാകുന്നത്. പുറത്തെ കാര്യങ്ങളൊക്കെയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ നല്ല മഴയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ.